വിദ്വേഷ പരാമർശവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. 100 മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ 50 ഹിന്ദുക്കൾക്ക് സുരക്ഷിതരായി ഇരിക്കാനാവില്ലെന്നാണ് യോഗിയുടെ പുതിയ പരാമർശം. ഇതിന് ബംഗ്ലാദേശും പാകിസ്ഥാനും ഉദാഹരണങ്ങളാണ് എന്നും, എന്നാൽ 100 ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം കുടുംബത്തിന് മതാചാരങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദുക്കൾ മതപരമായി സഹിഷ്ണുത തുടരുന്നവരാണെന്നും യോഗി ആദിത്യനാഥ് കൂട്ടിച്ചേർത്തു. ഇത് പറയുമ്പോൾ യോഗി ആദിത്യനാഥിനോട് ഒരു കാര്യം: നിങ്ങൾ ഹിന്ദു രാഷ്ട്രം എന്ന മുദ്ര കുത്തി മുസ്ലിങ്ങളെ ഓടിച്ച് ഹിന്ദുക്കളെ മാത്രം വാഴിക്കാൻ ശ്രമിക്കുന്ന ഭാരതം എന്ന രാജ്യത്ത് നിങ്ങൾ ഈ പറയുന്നതൊക്കെ വാസ്തവമായിരിക്കും. പക്ഷേ മതേതരത്വം ഉണ്ടായിരുന്ന ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും പാഴ്സിയും ഒരേ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിച്ചിരുന്ന ഇന്ത്യ എന്ന രാജ്യത്തിൽ മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മതങ്ങൾ ഉണ്ടായിരുന്നില്ല. BJP സർക്കാർ എന്ന് അധികാരത്തിൽ വന്നോ അന്ന് മുതലാണ് ഇന്ത്യയിൽ ഇത്രയേറെ മത തീവ്രവാദം വ്യാപിച്ചത് എന്ന് വേണം പറയാൻ. ഹിന്ദുവെന്നും മുസ്ലിം എന്നും വിളിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന പഴയ ഭരണതന്ത്രമാണ് മോദി ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനുമല്ല, മതം മറന്ന് മനുഷ്യനായി ഒരുമിച്ചു നിന്നാൽ മോദിയുടെ മതവിഷം ഇവിടെ പടർത്താൻ കഴിയില്ല എന്ന വ്യക്തമായ ബോധത്തിൽ പണമെറിഞ്ഞു പിടിച്ച അധികാരം കാലാകാലങ്ങളിൽ നിലനിർത്താൻ കഴിയില്ല എന്നും, അധികാരത്തിലിരിക്കുന്ന സമയത്ത് തന്നെ അതിനുവേണ്ട കുതന്ത്രങ്ങൾ മെനഞ്ഞു വെക്കണമെന്നുമുള്ള ബോധത്തിൽ ഇന്ത്യയിൽ എളുപ്പം മനുഷ്യന്റെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുന്ന വിദ്വേഷം മതമാണെന്നുള്ള തിരിച്ചറിവ് മോദി അത് ചെയ്തു എന്നതാണ് വാസ്തവം. യോഗി പറയുന്ന ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നവരും കൊല്ലുന്നവരും ഉണ്ടാകാം. പക്ഷെ നമ്മുടെ ഇന്ത്യ അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെയുള്ള ഒരു ഇന്ത്യയിൽ ഹിന്ദു മതഭ്രാന്ത് വളർത്തിയെടുത്തത് BJP സർക്കാർ തന്നെയാണ്. ഇന്ത്യ ഇങ്ങനെ ആയിരുന്നില്ല മോദി സർക്കാരെ. ഇന്ത്യയിലെ ജനങ്ങളും ഇങ്ങനെയായിരുന്നില്ല. ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും മതമുണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വർഗീയതയുണ്ടായിരുന്നില്ല. അവർ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുകയും കൊല്ലുകയും ചെയ്തിരുന്നില്ല. പക്ഷേ മോദി സർക്കാർ എന്ന അധികാരത്തിൽ വന്ന് ഹിന്ദു രാഷ്ട്രം പണിയാൻ ശ്രമിച്ചു അന്നു മുതലാണ് ഇന്ത്യയിൽ ഈ പറയുന്ന മതവും മതവിദ്വേഷവും തമ്മിൽ കൊല്ലും കൊലയും ഒക്കെ ഉണ്ടായത്. അധികാരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള കുടിലതന്ത്രമായിരുന്നിരിക്കാം. ഇന്ത്യ മുഴുവൻ വിറ്റഴിച്ച് സർവാധിപനമായി വാഴാനുള്ള അതിമോഹമായിരുന്നിരിക്കാം. പക്ഷെ എന്തിന്റെ പേരിലാണെങ്കിലും ഒരു രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ മതത്തിന്റെ അസഹിഷ്ണുതയുടെ വിത്തുകൾ പാകിയത് പൊറുക്കാനാവാത്ത തെറ്റു തന്നെയാണ് എന്ന് കാലം തെളിയിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണതിനു ശേഷം ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആദിത്യനാഥ് പറഞ്ഞത്. എന്നാൽ 2017 ശേഷം UP-യിൽ കലാപം ഉണ്ടായിട്ടില്ല എന്നും, UP-യിൽ തന്നെ നേതൃത്വത്തിലുള്ള സർക്കാർ 8 വർഷം പൂർത്തിയാക്കി. 2017 BJP സർക്കാർ രൂപീകരിച്ചതിനു ശേഷം ഉത്തർപ്രദേശിലെ വർഗീയ കലാപങ്ങൾ അവസാനിച്ചു എന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. ഒരു യോഗി എന്ന നിലയിൽ താൻ എല്ലാവരുടെയും സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. 2017 മുൻപ് UP-യിൽ കലാപങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ഹിന്ദുവിന്റെ കടകൾ കത്തിച്ചിരുന്നെങ്കിൽ മുസ്ലിങ്ങളുടെ കടകളും കത്തുമായിരുന്നു. ഹിന്ദുവിന്റെ വീടുകൾ കത്തുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ വീടുകളും കത്തുമായിരുന്നു. എന്നാൽ 2017 ശേഷം കലാപം നിലച്ചു എന്ന് യോഗി ആദിത്യനാഥ് പറയുന്നു. ഹിന്ദു മതത്തിന്റെ പേരിൽ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളിൽ തന്നെ താഴ്ന്ന ജാതിക്കാരെയും സ്ത്രീകളെയും കൊന്നും കൊല വിളിച്ചും ഭയപ്പെടുത്തിയും വായടപ്പിച്ചു വെച്ചിരിക്കുന്ന, വിദ്യാഭ്യാസം കൊടിയ പാപമാണെന്ന പേരിൽ അത് തടഞ്ഞു വെച്ചിരിക്കുന്ന ഉത്തരേന്ത്യയിൽ എന്ത് വർഗീയ കലാപം ഉണ്ടാകാനാണ്? അത് ഉണ്ടായാൽ തന്നെ അത് പുറത്തെത്തിക്കാൻ ധൈര്യമാർക്കാണ്. എന്നിട്ട് ഈ പറയുന്നതിൽ എന്താണ് ന്യായം എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ.